ഒരു വല്ലാത്തൊരു ദുർഗന്ധം അടിച്ചു. നോക്കിയപ്പോഴേക്കും ഇതിൽ നിന്ന് പത കൂടാതെ കുമിളകൾ ഇങ്ങനെ വരികയാണ്. അദ്ദേഹം സമ്മതിക്കുന്നില്ല. അദ്ദേഹം പറഞ്ഞത് 3 മണിക്ക് വെച്ചതുകൊണ്ടാണ് ഇങ്ങനെ ചീത്തയായി പോയത്. ഞാനപ്പോൾ ആ ദൃശ്യങ്ങൾ കാണിച്ചു കൊടുത്തു. ആ പതയും കുമിളയും ഒക്കെ വരുന്നത്. അപ്പോൾ 8 മണിക്ക് എനിക്ക് തന്ന സാധനം എത്ര മണിക്ക് മുമ്പ് ഉണ്ടാക്കിയത്? 3 മണി. അത്ര സമയം ചിക്കൻ കറി ഇരിക്കത്തുള്ളൂ. നമസ്കാരം. ഓൺലൈനിൽ ഓർഡർ ചെയ്ത ചിക്കൻ കറി കുമിളകളോടെ പതഞ്ഞു പൊങ്ങുകയും അസഹനീയമായ ദുർഗന്ധം പടർത്തുകയും ചെയ്തതായി പരാതി. മറുനാടൻ മലയാളി കൊച്ചി ലേഖകൻ ആർ പീയൂഷ് ഇന്ന് രാവിലെ സൊമാറ്റോ വഴി വാങ്ങിയ ചിക്കൻ കറിയാണ് ദുർഗന്ധം വമിക്കുന്ന തരത്തിൽ പതഞ്ഞു പൊങ്ങിയത്. ചിക്കൻ കറി എറണാകുളം ഭക്ഷ്യസുരക്ഷാ വകുപ്പ് അസിസ്റ്റന്റ് കമ്മീഷണർ ഓഫീസിൽ ഹാജരാക്കി പരാതി നൽകി. തുടർന്ന് പരിശോധനയ്ക്കായി ലാബിൽ അയച്ചിരിക്കുകയാണ്. ആർ പീയൂഷ് തന്നെ വിവരങ്ങൾ അയച്ചിരുന്നു. പാലാരിവട്ടം നോർത്ത് ജനതാ റോഡിൽ പ്രവർത്തിക്കുന്ന ബിരിയാണി ബാഷ് എന്ന് പറഞ്ഞിട്ട് ഒരു റെസ്റ്റോറൻറ്റിൽ നിന്നും സൊമാറ്റോ വഴി ഇന്ന് രാവിലെ ഓർഡർ ചെയ്ത ചിക്കൻ കറിയാണ്. 3 പൊറോട്ടയും ഓർഡർ ചെയ്തിരുന്നു. ചിക്കൻ കറി തുറന്നപ്പം മുതൽ അസഹനീയമായ ദുർഗന്ധവും ഇതുപോലെ ബബിൾസ് ഇങ്ങനെ മുകളിലേക്ക് വന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇത് അടച്ചു വെക്കും തോറും ഒരു ഗ്യാസ് ഇതിനകത്ത് ഫോം ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ആ ഡപ്പ ഇങ്ങനെ വീർത്ത് വരികയും ചെയ്യുന്നുണ്ട്. ഇങ്ങനെ അടച്ചു കഴിയുമ്പോൾ നമുക്ക് അത് കാണാൻ കഴിയും. എന്തായാലും ഈ ദൃശ്യങ്ങളെ കാണുന്ന പോലെ ബബിൾസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഭയങ്കര നാറ്റം. ഇന്ന് രാവിലെയാണ് പതിവില്ലാതെ പൊറോട്ടയും ചിക്കൻ കറിയും കഴിക്കണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായത്. കാരണം ഏറെ ദിവസങ്ങളായിട്ട് ഡയറ്റ് ഇങ്ങനെ കൺട്രോൾ ചെയ്ത് വരികയാണ്. രാവിലെ ഓട്സാണ് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്ന് പൊറോട്ട കഴിക്കണം എന്നൊരു ആഗ്രഹം വന്നപ്പോഴാണ് സൊമാറ്റോയിൽ കയറി ഓർഡർ ചെയ്തത്. ബിരിയാണി ബാഷ് എന്ന പാലാരിവട്ടം നോർത്ത് ജനതാ റോഡിൽ പ്രവർത്തിക്കുന്നൊരു റെസ്റ്റോറൻറ്റിൽ നിന്നാണ് ഇത് 3 പൊറോട്ടയും ഒരു ചിക്കൻ കറി ഓർഡർ ചെയ്തത്. 8:09 ഓർഡർ ചെയ്തത്. 8:51 ഇത് വൈറ്റിലയിലെ എൻ്റെ അപ്പാർട്ട്മെൻറ്റിൽ കൊണ്ടുവന്ന് ഡെലിവറി ചെയ്തു. 10 മിനിറ്റിന് ശേഷം ഞാനിത് കഴിക്കുവാനായി എടുത്ത് വെച്ചപ്പോഴാണ് ഈ പാത്രം തുറന്നപ്പോൾ തന്നെ ഈ ചിക്കൻ കറി അടച്ചു വെച്ചിരുന്ന ഡപ്പയാണ്. ആ ഡപ്പ തുറന്നപ്പോൾ തന്നെ ഒരു വല്ലാത്തൊരു ദുർഗന്ധം അടിച്ചു. നോക്കിയപ്പോഴേക്കും ഇതിൽ നിന്ന് പത കൂടാതെ കുമിളകൾ ഇങ്ങനെ വരികയാണ്. ഒരു ചിക്കൻ കറി അടുപ്പിൽ വെച്ച് തീ കത്തിച്ച് തിളയ്ക്കുമ്പോൾ എങ്ങനെയാണോ കുമിള വരുന്നത്, അതേപോലെ കുമിള വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഇതോട് കൂടിയിട്ട് ഞാൻ അവിടെ വെച്ചു. പിന്നീട് കുറച്ച് വീഡിയോ ഒക്കെ പകർത്തി. അതിനുശേഷം ഫുഡ് സേഫ്റ്റിയുടെ നമ്പറിൽ വിളിച്ചു പരാതി പറഞ്ഞു. അവർ തൃക്കാക്കര FSOയെ കാണാൻ പറഞ്ഞു, അതായത് ഫുഡ് സേഫ്റ്റി ഓഫീസറെ. അവരുടെ ഓഫീസ് പനമ്പള്ളി നഗറിലാണ്. ഞാൻ ഈ തൃക്കാക്കര FSOയെ ഫോണിൽ പലവട്ടം വിളിക്കാൻ ശ്രമിച്ചെങ്കിലും കിട്ടിയില്ല. ഫോൺ എടുക്കുന്നേ ഇല്ലായിരുന്നു. അങ്ങനെയാണ് പനമ്പള്ളി നഗറിലെ ഓഫീസിലെത്തുന്നത്. അവിടെ എത്തിയപ്പോഴാണ് മറ്റൊരു കാര്യം അറിയുന്നത്. അവിടെ വാഹനമില്ലാത്തത് കൊണ്ട് പരിശോധനയ്ക്കായി പോകാൻ കഴിയില്ല. അതുകൊണ്ട് അസിസ്റ്റൻറ്റ് കമ്മീഷണറുടെ ഓഫീസായ തൃപ്പൂണിത്തുറയിൽ നേരിട്ട് പോയി പരാതിപ്പെടുക. കയ്യിലുള്ള ഈ സാധനങ്ങൾ അവിടെ കൊടുത്തു കഴിഞ്ഞാൽ അവർ ലാബിലേക്ക് അയക്കും. ഇവിടെ ഫ്രീസർ സംവിധാനങ്ങളൊന്നുമില്ല എന്നാണ് അറിയിച്ചത്. അങ്ങനെ ഞാൻ വീണ്ടും തൃപ്പൂണിത്തുറയിലേക്ക് പോയി. അവിടെ എത്തി പരാതി എഴുതി നൽകി. അവർ എൻ്റെ കയ്യിൽ നിന്നും ഈ സാമ്പിളൊക്കെ വാങ്ങിയെടുത്തു. അത് ലാബിലേക്ക് അയച്ചു എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും അതിനുശേഷം ഈ റെസ്റ്റോറൻറ്റ് ഉടമയെ നേരിൽ പോയി ഞാൻ കണ്ടപ്പോൾ അദ്ദേഹം പറയുന്നത്, ഞങ്ങൾ അങ്ങനെ പഴകിയ ഭക്ഷണമൊന്നും നൽകുന്നവരല്ല. ഇത് സംഭവിച്ചത് വളരെ നേരത്തെ തന്നെ ഉണ്ടാക്കുന്നതാണ്. വെളുപ്പിനെ 3 മണിക്കാണ് ഈ ചിക്കൻ കറി ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് അത് അവസാനത്തെ പോർഷനാണ് എനിക്ക് തന്നത്. അത്രയും നേരം ഇരുന്നത് കൊണ്ടാവും ചീത്തയായി പോയത് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഞാനപ്പോൾ ചോദിച്ചു, ഇത്രയും നേരം മാത്രമേ ഈ ചിക്കൻ കറി ഇരിക്കുകയുള്ളൂ? സാധാരണ നമ്മൾ ഒരു ദിവസം മുഴുവൻ വീടുകളിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഒരു ദിവസം മുഴുവൻ ഇരിക്കും, അല്ലെങ്കിൽ തന്നെ ഹോട്ടലുകളാണെങ്കിലും. ഇത് അദ്ദേഹം സമ്മതിക്കുന്നില്ല. അദ്ദേഹം പറഞ്ഞത് 3 മണിക്ക് വെച്ചതുകൊണ്ടാണ് ഇങ്ങനെ ചീത്തയായി പോയത്. ഞാനപ്പോൾ ആ ദൃശ്യങ്ങൾ കാണിച്ചു കൊടുത്തു. ആ പതയും കുമിളയും ഒക്കെ വരുന്നത് കാണിച്ചു കൊടുത്തപ്പോൾ അദ്ദേഹം അയ്യോ ഇതെന്താ ഇങ്ങനെ എന്ന് എന്നോട് ചോദിക്കുകയായിരുന്നു. എന്നാണോ ഇതിൻ്റെ ആള്? നിങ്ങൾ ഈ പഴയ ഫുഡ് എന്തിനാണ് കൊടുക്കുന്നത്? ചിക്കൻ കറി 3 പൊറോട്ട
ആളുകളെ കൊല്ലാനാണോ നടക്കുന്നത്? അങ്ങനെ ചെയ്തു അപ്പുറം ചെയ്തല്ലോ. പിന്നെ എന്തിനാണ് പിന്നെ ഈ പഴയ സാധനം ഇവിടെ വെക്കുന്നത്? അതേ സ്ഥലം നമ്മൾ ഉണ്ടാക്കുന്നത് കഴിയുമ്പോൾ അപ്പം ഉണ്ടാക്കണം. ഒരു ഉള്ളിലുണ്ടാക്കി എത്ര ദിവസം മുമ്പ്? ഇപ്പം കാലത്തിലേക്ക് തീരാറായി. അതെ, രാവിലെ 8 മണിക്ക് മേടിച്ച സാധനം 3 മണിക്ക് 5 വെച്ചു. 3 മണിക്ക് ഉണ്ടാക്കിയാണ് ലാസ്റ്റത്തെ ഒരു പോർഷൻ. പക്ഷേ ശരിക്കും ഒരു ഓർമ്മയിലാണ് 10 മണിക്ക് 7 മണിക്ക് പോയിട്ടുണ്ട്. എനിക്കൊക്കെ പോയി 6 മണി വേണ്ടി സാറിൻ്റെ പോയത് 8 മണിക്ക് പോയി. അത് വിളിച്ചില്ല, പക്ഷെ ഞാനത് വിളിച്ചില്ല. ഈ അപ്പോൾ 8 മണിക്ക് എനിക്ക് തന്ന സാധനം എത്ര മണിക്ക് മുമ്പ് ഉണ്ടാക്കിയതാണ്? 3 മണി. അത്ര സമയം ചിക്കൻ കറി ഇരിക്കത്തുള്ളൂ. മനസ്സിലാവാത്ത ബീഫ് റോസ്റ്റോടെ തുടങ്ങി കഴിഞ്ഞ ആഴ്ച ബീഫ് റോസ്റ്റ്. ആ സാധനം ഞാൻ കഴിച്ചതിനുള്ള അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ. ഗ്യാസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക, ഫുഡാണ് കൊടുക്കുന്നത്, വിഷം കൊടുക്കാതിരിക്കുക. ഇങ്ങനെ ഉണ്ടാക്കുന്ന കാശ് നമുക്ക് നിലയിക്കത്തില്ല. ഞാൻ മനപ്പുറം അങ്ങനെ ചെയ്യും. ഞാൻ എങ്ങനെ ചെയ്യണം? ലാഭം ഉണ്ടാക്കാൻ വേണ്ടി നിങ്ങളുടെ പരിപാടി ചെയ്യരുത്. പഴയ ഫുഡൂടെ കയറ്റി വെക്കില്ല. ഞാനിപ്പോൾ നേരിട്ട് കിച്ചണിലേക്ക് കാണിച്ചാൽ അതടിച്ച് വെച്ചിട്ട് ബാലൻസ് ഫോൺ എടുത്തിട്ടാൽ പറഞ്ഞത്. നോക്ക്, വീഡിയോ ഉണ്ടോ? ഉപയോഗമാണ്. എന്നിട്ട് അത്യാവശ്യം തിളക്കുകയാണ്. സ്മെല്ല് വന്നു. സ്മെല്ല് വന്നു. എന്തായാലും പരാതി കൊടുത്തിട്ടുണ്ട്. ഞാൻ എന്തായാലും നിങ്ങളെന്ന് കാണാൻ വന്നേ. ഞാൻ മാധ്യമപ്രവർത്തനം കൂടാണ്. എന്തായാലും ഈ ചിക്കൻ കറി ഇന്നത്തെ ദിവസം വെച്ചതല്ല, ഇന്ന് പുലർച്ചെയും വെച്ചതല്ല. ഇത് ഒരു ദിവസമെങ്കിലും പഴക്കമുള്ള ചിക്കൻ കറി ആയിരിക്കണം. അത് പിന്നീടെടുത്ത് ചൂടാക്കിയിട്ടാവണം ഇത് പാഴ്സലാക്കി അയച്ചത്. എന്തായാലും ഇത്തരത്തിലുള്ള ഈ ചിക്കൻ കറി ആരെങ്കിലുമൊക്കെ കഴിച്ചിട്ടുണ്ടാകും ഇന്നത്തെ ദിവസം. കാരണം ഒരുപാട് ഓർഡർ പോകുന്ന ഒരു റെസ്റ്റോറൻ്റാണ്. അവിടെ നിന്നും ഒരുപാട് പേർ ഇത് വാങ്ങി കഴിച്ചിട്ടുണ്ടാകാം. ഞാനിത് തുറന്നപ്പോൾ തന്നെ അസഹനീയമായ ദുർഗന്ധം വന്നതുകൊണ്ടാണ് നോക്കിയതും. ഇത് ശ്രദ്ധിക്കാതെ എളുപ്പത്തിൽ കഴിക്കുന്ന ആൾക്കാരുണ്ടാവാം. അവരാരും തന്നെ ഇത് അറിഞ്ഞിട്ടുണ്ടാവില്ല. ഇത്തരത്തിൽ നിരവധി പേർ ഈ ആഹാരം കഴിച്ചിട്ടുണ്ടാകാം. എന്തായാലും ഈ റെസ്റ്റോറൻറ്റുകാരൻ ചെയ്തത് കൊടിയ ഒരു ദ്രോഹം തന്നെയാണ്. ഇത്തരത്തിൽ വിഷമുള്ള ഭക്ഷണം ആർക്കും കൊടുക്കരുത്, വിഷം വിളമ്പരുത് എന്ന് ഞാൻ ആ ഹോട്ടൽ ഉടമയോട് പറയുകയും ചെയ്തു. എന്തായാലും ഇനി കാത്തിരുന്ന് കാണാം എന്തായിരിക്കും ഫുഡ് സേഫ്റ്റി അധികൃതരുടെ നടപടിയെന്ന്. ഈ ഫുഡ് സേഫ്റ്റി ഓഫീസറെ ബന്ധപ്പെടാൻ പലവട്ടം ശ്രമിച്ചെങ്കിലും പറ്റിയില്ല. പിന്നീട് ഇവരുടെ ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ചെങ്കിലും കാര്യമൊന്നും ഉണ്ടായില്ല. എൻ്റെ ഒരേ ഒരു ആവശ്യം ഇതായിരുന്നു, എത്രയും വേഗം തന്നെ ആ റെസ്റ്റോറൻറ്റിൽ പരിശോധന നടത്തണം. പരിശോധന നടത്തിയിട്ട് ബാക്കിയുള്ള ചിക്കൻ കറിയൊക്കെ എടുത്ത് നശിപ്പിച്ച് കളയണമെന്നായിരുന്നു. പക്ഷേ അതിനൊന്നും ഈ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് ഉദ്യോഗസ്ഥർ ശ്രമിച്ചില്ല എന്നുള്ളതാണ് എനിക്ക് ഏറെ ഒരു സങ്കടകരമായി തോന്നിയത്. കാരണം നമ്മൾ ഇത്രയും ബുദ്ധിമുട്ടി പരാതിയൊക്കെ പറഞ്ഞിട്ട് പോലും അവർക്ക് വാഹനമില്ല എന്നുള്ള ഒറ്റ കാരണത്താൽ തന്നെ അവിടെ പരിശോധിക്കാൻ പോയില്ല. ബാക്കി പിന്നീട് എന്ത് നടന്നു, ഉച്ചയ്ക്ക് ശേഷം എന്ത് നടന്നു എന്ന് വ്യക്തമായിട്ട് നമുക്കറിയില്ല.